നമസ്കാരം. ഖലീഫ വന്നു കണ്ടിരിക്കുകയാണ്. ജിനു വി എബ്രഹാം തിരക്കഥ എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമ. ഖലീഫ അതിനെക്കുറിച്ച് കുറച്ച് കാര്യമായിട്ട് പറയാനുണ്ട്. ഖലീഫയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ വേറൊരു പുസ്തകത്തിൻ്റെ കവർ കാണിക്കാം. അവിശ്വാസം അതല്ലേ എല്ലാം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇതെഴുതിയത് ഞാൻ തന്നെയാണ്. നൈസായിട്ട് പുസ്തകത്തെക്കുറിച്ച് എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയാം എന്ന് വിചാരിച്ച് മാത്രമല്ല, ഈ പുസ്തകത്തിന് സിനിമയിലെ ചില കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നമുക്ക് ഖലീഫയെക്കുറിച്ച് തന്നെ പറയാം. ഖലീഫ വലിയ പ്രതീക്ഷയായിരുന്നു. ജിനു വി എബ്രഹാം തിരക്കഥ, വൈശാഖിൻ്റെ വരവ്, പൃഥ്വിരാജിൻ്റെ സിനിമ വലിയ ആകാംക്ഷയോടെ നോക്കി കാണുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ഈ സിനിമയോടും വലിയ ആകാംക്ഷ എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പം പ്രാഥമികമായി ഞാനൊരു കാര്യം പറയാം. സിനിമ ലേശം നിരാശ ഉണ്ടാക്കി. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയുന്നതിന് മുന്നേ, സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയി നിരാശയിൽ പോയി അതിൻ്റെ അവസാനത്തെ ഒരു 10-15 മിനിറ്റ് നമ്മൾ വല്ലാതെ ഉയർത്തി തരികയും ചെയ്തു. അത് എന്തുകൊണ്ടാണ് അവസാനത്തെ 10-15 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞതെന്ന് വിശദീകരിക്കുകയും ചെയ്യാം. ആദ്യം എന്താണ് സിനിമയുടെ കാഴ്ച എന്നുള്ളത് ഞാൻ പറയാം. സിനിമ എന്ന് പറയുന്നത് ഒരു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ട്രെയിലറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ ഒരു നായകനായ ആമിർ അലി എന്ന് പറയുന്ന കഥാപാത്രം, അയാൾ സ്വർണ്ണക്കള്ളക്കടത്തൊന്നുമില്ല. അയാൾ നാട്ടിൽ ഒരു കടയൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഈ ഡ്രസ്സൊക്കെ വിൽക്കുന്ന കടയൊക്കെ ആയിട്ട് നടക്കുകയാണ്. അയാളുടെ അച്ഛൻ മറ്റൊരു കോൺട്രാക്ടറാണ്. അവരുടെ ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്രതീക്ഷിതമായി, അസാധാരണമായി അയാൾ ഈ സ്വർണ്ണ കള്ളക്കടത്തിലേക്ക് ചെന്നെത്തിക്കുന്ന വിധത്തിൽ അയാളുടെ ജീവിതം അവിടെ മുട്ടിക്കുകയാണ്. അതിനുശേഷം ആമിർ അലിയുടെ ജീവിതം മറിയുന്നതാണ്. പിന്നെ അതിൻ്റെ തുടർച്ച ഒക്കെ ഉണ്ട്. നിങ്ങൾ ട്രെയിലറിൽ കണ്ട തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ട്. പക്ഷേ ബേസിക്കലി ഈ സിനിമയുടെ അടിസ്ഥാന ധാരയുണ്ടല്ലോ, നമ്മളെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു കഥയുടെ ഒരു സുഖം വേണമല്ലോ, അത് ഈ സിനിമയ്ക്ക് മിസ്സിങ് ആണ്. അതാണ് എൻ്റെ അനുഭവം. നിങ്ങളത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. അത് ഈ സിനിമയ്ക്ക് ഒരു പരിധി വരെ മിസ്സിങ് ആണ്. അതിൻ്റെ ഒരു കാരണം, ഈ പരമ്പരാഗത സിനിമാ ശൈലിയിൽ ഇതുണ്ടാക്കി. അത് ജിനു വി എബ്രഹാമിൻ്റെ തിരക്കഥ നിങ്ങൾക്കറിയാലോ. പലതും എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമുള്ള സിനിമകൾ തന്നെ ഒരു കടുവയൊക്കെ എടുത്താലും പരമ്പരാഗത രീതിയിലാണ്. അദ്ദേഹം കാപ്പയൊക്കെ കുറച്ച് വ്യത്യസ്തമായി ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അതിൻ്റെ മൂലകഥ മറ്റൊരു തരത്തിലാണല്ലോ. എന്തായാലും വൈശാഖും സമാന രീതിയിലുള്ള ആളാണ്. അങ്ങനെ എടുക്കുമ്പം തന്നെ പുതിയ കാലത്തിൻ്റെ ഒരു രീതിയോ അല്ലെങ്കിൽ ആസ്വാദ്യതയോ മാറി എന്നുള്ളതൊന്നും പക്ഷേ അവർ ഉൾക്കൊണ്ടിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് സിനിമയിൽ ഇല്ലാത്തൊരു രംഗം പറയാം. ഇപ്പോൾ ഒരു സംഗതി നടക്കുകയാണ്, ഒരു സംഭവം നടക്കുകയാണ്, ഒരു വീട്ടിലൊരു പരിപാടി നടക്കുക, ഒരു കല്യാണം നടക്കുകയെന്ന് വെച്ചോ. അപ്പോൾ ഈ കല്യാണം നടക്കുക എന്ന് പറയുമ്പം അതിന് മുന്നേ കല്യാണം നടക്കാൻ പോവാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ ഇടയിൽ വലിയൊരു സംഭവം ഉണ്ടാവും. ആ സംഭവത്തെ നമ്മൾ നേരിടേണ്ടി വരും എന്നൊക്കെ അതിന് ആമുഖമായിട്ട് പറയുന്നൊരു സീനുകളുണ്ടാവും. എന്നിട്ട് കല്യാണം നടക്കുമ്പം അതേപോലെ നടക്കും. ആൾക്കാർ വരും, അതിനെ നേരിടും, എന്നിട്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകും. ഇമാതിരി പരിപാടി ഉണ്ടല്ലോ പഴയ സിനിമയിലൊക്കെ ഉണ്ടല്ല. പഴയതല്ല, നമുക്ക് പരമ്പരാഗത സിനിമ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട സീനിയേഴ്സൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. അന്നൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടാവും. നമ്മൾ രാജാവിൻ്റെ മകൻ 20-ാം നൂറ്റാണ്ടും ഒക്കെ ആസ്വദിച്ച ആളുകളാണല്ലോ. അതൊക്കെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കഥ പറഞ്ഞ കഥ തന്നെ നമ്മൾ എമ്മാതിരി ബിസ്ക്കറ്റ് കടത്തുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രത്തൊക്കെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ അതേ പാറ്റേൺ, ആ ഒരു പാറ്റേൺ തന്നെയാണ്. അതിൻ്റെ ആകാംക്ഷകളൊന്നുമില്ല. ഓരോ സീൻ കഴിയുമ്പോൾ അടുത്ത സീൻ എന്താണെന്ന് അവർ തന്നെ പറഞ്ഞുതരും. നമ്മൾ അത് മുന്നോട്ടുണ്ട്. പക്ഷേ പൃഥ്വിരാജിൻ്റെ അയാളുടെ സ്റ്റൈല്, അത് 2-3 തരത്തിലാളുണ്ട്. അതിൽ തന്നെ 3-3 നിൽക്കും. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ പഴയ കാലം എന്ന് പറഞ്ഞാൽ പക്ക വേറൊരാളാണ്. നമ്മൾ പഴയ പുതിയ മുഖത്തിലൊക്കെ കണ്ട പൃഥ്വിരാജെന്ന് തോന്നും ചില സമയത്ത്. അമ്മാതിരി മാറ്റാണ്, നമുക്ക് ഫീൽ ചെയ്യില്ല. അത് എനിക്കൊന്ന് ചെറിയ കാലയളവ് വ്യത്യാസത്തിലൊക്കെ എടുത്തതായിരിക്കാം. ബോഡി ഒക്കെ വ്യത്യാസത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസം. പിന്നെ മേക്കിംഗ് സ്റ്റൈല് വളരെ രസകരമായിട്ട്, അത്യാവശ്യം സ്ലോ മോഷനൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള പശ്ചാത്തല സംഗീതം, ജെയ്ക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതം, അത് ചിലതൊക്കെ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാകും ട്രെയിലറിൽ കാണാത്ത ആളുകൾ. എന്തായാലും അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ ഇതിന് സംഘർഷ രംഗങ്ങളുണ്ട്, സംഘടനകൾ ഗംഭീരമായിട്ട് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വീട്ടിൽ കയറിയിട്ട്, റോട്ടിൽ കയറിയിട്ട്, ജയിലിൽ കയറിയിട്ട്, എല്ലായിടത്തും ഭയങ്കര അടിയാണ്. സിനിമയിൽ ഒരുപാട് അടിയുണ്ട്, ഗംഭീര അടികളുണ്ട്. ഈ അടീൻ്റെ എല്ലാം പ്രശ്നം വെച്ചാൽ നമ്മൾ ആ അടിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്, ഈ നമുക്കറിയാം ഇതിപ്പോൾ അടിക്കും, ആ അടി കഴിയും. ഈ അടീൻ്റെ പാറ്റേണും ഏകദേശം അങ്ങനെ തന്നെയാണ്. അങ്ങനെ പഴയ രീതിയിൽ ഇങ്ങനെ ആദ്യം നായകൻ കുറച്ചടിക്കും, പിന്നെ വില്ലൻ നായകനെ ഇടിച്ച് പ്രതിസന്ധിയിലാക്കും, എന്നിട്ട് തിരിച്ച് നായകനെ അടിച്ചിട്ട് ജയിക്കും. അങ്ങനത്തെ പരിപാടികളാണല്ലോ. ഇതൊക്കെ അതേപോലെ തന്നെയാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ മേക്കിംഗ് സ്റ്റൈല് നമുക്ക് നല്ല രസമായിട്ട് ഇടി കൊള്ളുന്നതൊക്കെ കാണിക്കാം. പക്ഷേ ഇതാണ്, നമുക്ക് വൈകാരികമായിട്ട് നമുക്കത് ഇടി കൊള്ളണം, ഇടി കൊള്ളുമ്പോൾ സംതൃപ്തി വേണം, അതിലേക്കൊന്നും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം.
പിന്നെ ഞാൻ അവസാനത്തേക്ക് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അവസാനം നമുക്കൊരു ആവേശം വരുന്നൊരു ഭാഗം അതിനകത്തുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അനുബന്ധ കഥാപാത്രങ്ങൾ, കഥ ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്, ഞാൻ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. അനുബന്ധ കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. രഞ്ജി പണിക്കർ ഇയാളുടെ അച്ഛനാണ്, പൃഥ്വിരാജിൻ്റെ അച്ഛൻ്റെ കഥ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ, ട്രെയിലറിൽ മോഹൻലാലിൻ്റെ കഥാപാത്രമാണ്. അത് എന്താണെന്ന് നമുക്ക് പിന്നീട് അത് വരുന്നുണ്ട്. അത്തരത്തിൽ അതിലൊന്നും സസ്പെൻസ് ഒന്നുമില്ല, നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടില്ല, ആളെ പറ്റിക്കുന്ന പരിപാടിയൊന്നുമില്ല, രണ്ടാം ഭാഗത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. സിനിമയുമായി ബന്ധപ്പെട്ടനാണ്, ഈ സിനിമയുടെ തുടക്കം മുതൽ ആ കഥാപാത്രത്തിൻ്റെ സാന്നിധ്യവും സിനിമയിലുണ്ട്. ഇതാണ് നമുക്കൊരു ആകാംക്ഷ ബാക്കി വെക്കുന്ന തരത്തിൽ അടുത്ത രംഗത്തിലേക്കോ അടുത്ത നിമിഷത്തിലേക്കോ നമ്മളെ ഒന്ന് തള്ളി വിടുന്നില്ല. നീൽ നിതിൻ മുകേഷിൻ്റെ മലയാള സിനിമ, മൂപ്പര് ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായൊരു കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഷമ്മി തിലകൻ, സഞ്ജു ശിവറാം, അങ്ങനെ വലിയ ഒരു നിര സിനിമയിലുണ്ട്. ജോയ് മാത്യു ഒരു ഇടവേളയ്ക്ക് ശേഷം കുറച്ചായി മൂപ്പരെയൊന്നും കണ്ടിട്ട്, മൂപ്പരൊരു പിന്നെ മന്ത്രിയായിട്ട് ആ സിനിമയിൽ. മറ്റൊന്ന് പറയേണ്ട ഒരു കാര്യമാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന കാര്യം. അതിനെ നമ്മൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പത്രങ്ങളിലൊക്കെ സ്ഥിരം കാണുന്ന ഒരുപാട് വാർത്തകളുണ്ട്. അതിൽ പ്രധാനം ഈ സ്വർണം കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ ഇപ്പോൾ ഭയങ്കര ചർച്ചയാണല്ലോ. ഇതൊക്കെ സിനിമയിലുണ്ട്. സ്വർണ്ണ കള്ളക്കടത്തിൽ നമ്മൾ കാണുന്ന വാർത്തകൾ എന്താണ് എന്നുള്ളതാണ്. നമുക്ക് പരിചയപ്പെട്ടൊരു വാർത്തയിൽ ഞാൻ വരാം. അതാണ് ഞാൻ ആദ്യം എൻ്റെ പുസ്തകം നിങ്ങളെ കാണിച്ചത്. അതായത് 2020 ജൂലൈയിൽ കേരളത്തിലൊരു വലിയ സ്വർണ്ണ കള്ളക്കടത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. UAE നയതന്ത്ര ചാനലിലൂടെ ഇവിടെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയ സ്വപ്ന സുരേഷ്, സരിത്ത്, സന്ദീപ് നായർ, ഇങ്ങനെ 3 പേരെ സ്വർണ്ണം കള്ളക്കടത്ത് നടത്തുന്നതിനിടയിൽ കസ്റ്റംസ് പിടിച്ചിട്ട് ആദ്യഘട്ടത്തിൽ ഭയങ്കരമായ അന്വേഷണം ഉണ്ടായി. ആദ്യം മാധ്യമങ്ങളിലൊന്നും വലിയ വാർത്തയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും, ശ്രദ്ധിച്ച ആളുകൾക്ക്. ഒറ്റക്കോളം വാർത്തയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ അതിലെ ഒരാളുടെ പിന്നെ കേന്ദ്ര സർക്കാരിനെ ഭരിക്കുന്ന പാർട്ടിയുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നു. അതുകൂടാതെ ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ജ്വല്ലറിയുടെ പേര് അതിലേക്ക് വന്നു. അതിൻ്റെ ഒപ്പം കേന്ദ്രത്തിലെ ഒരു സഹമന്ത്രിയുടെ പേര് അതുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് വന്നു. അവരുടെ ഒരു ടെലിവിഷൻ ചാനലിലെ ഒരു ജേർണലിസ്റ്റ് ഈ പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്വപ്ന സുരേഷ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് വേണ്ടി സഹായം തേടി ടെലിഫോൺ ബന്ധം ഉണ്ടായതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നു. ഇതിങ്ങനെ പോകുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് ആ കേസ് ട്വിസ്റ്റ് ചെയ്യപ്പെടുകയാണ്. കേസ് മുഴുവൻ പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ കേസായി മാറുകയാണ്. ഇപ്പോൾ ഇന്ന് വരെ 2020 ഇപ്പോൾ 6 കൊല്ലമായിട്ട് പിണറായി വിജയൻ്റെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസായി ആദ്യം മാറി. അതിൽ പിടിക്കപ്പെട്ട പ്രതികൾ, ബാക്കി ഈ ജ്വല്ലറിയോ അല്ലെങ്കിൽ വലിയ അധികാര കേന്ദ്രങ്ങളിലോ ഉള്ള ആളുകളൊക്കെ ഇതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്നതാണെന്ന് പറഞ്ഞു. അവരൊക്കെ അപ്രത്യക്ഷരായി. ഈ പിടിക്കപ്പെട്ട ആൾ ഒരു ഇരയായി മാറി. അന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ ഇതേ പ്രതിയെ സ്വപ്ന സുരേഷിന് ഇൻ്റർവ്യൂ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത് യഥാർത്ഥത്തിലുള്ള പ്രതി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മളിൽ നിന്ന് മാറ്റിവെക്കുക. ഒന്നുകിൽ വലിയ രാഷ്ട്രീയ പ്രയോഗത്തിന് വേണ്ടി ഈ അന്വേഷണ ഏജൻസികളെ വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം മാറും, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ആരെങ്കിലും ഈ കടത്തുന്നു എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾ പിടിക്കും. ഇതെന്തിനാണ് പിടിക്കുന്നത് എന്നുള്ളത് ഈ സിനിമ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. അത് പക്ഷേ എവിടെ എത്തുന്നു എന്നുള്ളത് വേറെ. അങ്ങനെയുള്ളൊരു അന്വേഷണം നടത്തുന്നത്, അതായത് അത് വലിയ ചർച്ചയാവേണ്ട കാര്യമാണ്. അതായത് ഈ വലിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കം കസ്റ്റംസിനെ അടക്കം പ്രതിക്കൂട്ടിലാക്കുന്ന വലിയ ആരോപണം ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് അവരുമായി അറിഞ്ഞുകൊണ്ട് വലിയ ജ്വല്ലറികളടക്കം, കോർപ്പറേറ്റ് ജ്വല്ലറികളടക്കം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, ഇങ്ങോട്ട് എത്തിക്കുന്നു. എന്നിട്ടോ ഈ ചെറിയ അതായത് ഇതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഈ കസ്റ്റംസ് അടക്കം സ്വർണം പിടിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് 1-2 പേരെ ഇടക്ക് പിടിക്കും, മാസത്തിലൊന്നൊക്കെ പിടിക്കും. അത് വലിയ വാർത്തയാവും, സ്വർണ്ണവേട്ട എന്ന് പറഞ്ഞിട്ട് വാർത്തയാവും, പോലീസുകാർ വാർത്താ സമ്മേളനം നടത്തും. അങ്ങനെയാണ് പരിപാടി. അത് രണ്ടാമത്തേത്. ഇങ്ങനെ 2 രീതിയിലാണ് ഇത് മാറ്റിമറിക്കും. ഞാൻ ഈ കാര്യം എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് ഉറപ്പിക്കാമെന്ന് വെച്ചിട്ടാണ്. അവിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ള 2020 സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ രാഷ്ട്രീയ വിവാദങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണത്. അത് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചു. എന്തായാലും ഇതിൽ ഒരു വിവാദം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കസ്റ്റംസിന് പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. പൃഥ്വിരാജിനെ നിരന്തരം പിന്നാലെ കൂടിയ കേന്ദ്ര അന്വേഷണ ഏജൻസി, കസ്റ്റംസ്, ED ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പൃഥ്വിരാജെങ്കിൽ പൃഥ്വിരാജ്, പിണറായി വിജയനെങ്കിൽ പിണറായി വിജയൻ, ED എങ്കിൽ ED, കസ്റ്റംസ് എല്ലാ കാലത്തും ഇങ്ങനെ ഇവർ ആദ്യം ലോക്കർ ഉണ്ടാവും, പിന്നെ രഹസ്യ അറയുണ്ടാവും, പിന്നെ രഹസ്യ കമ്പനി ഉണ്ടാവും. ഇതൊന്നും പിടിക്കൂല, അറസ്റ്റ് ചെയ്യുകയോ പിടിക്കുകയോ എന്നിട്ട് ജയിലിലിട്ടിട്ട് എന്താ സംഭവിക്കും? പി ചിദംബരത്തിന് ഇട്ട പോലെ 100 ദിവസം ഇടും അകത്ത്, എന്നിട്ട് വെറുതെ വിടും. അങ്ങനെയാണ് പരിപാടി. നമ്മുടെ നാട്ടിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതേ കേസിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ പിടിച്ചകത്തിട്ടിട്ട് മൂപ്പര് പ്രതി പോലും അല്ല, എത്ര 5 ED, NIA, കസ്റ്റംസ്,
5 ഏജൻറ്റ് CBI ഒക്കെ വന്നതാണ്. എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് ശിവശങ്കറിനെ പിടിച്ചകത്തിട്ട് 100 ദിവസം അങ്ങനെ അകത്തിട്ട് ഇതുവരെ അയാൾ ഒരു കേസിൽ പ്രതിയല്ല. ഇനി ഒരു കേസിലെങ്ങനെ കുറ്റപത്രം കൊടുക്കാനുള്ളൂ, ബാക്കിയെല്ലാം കുറ്റപത്രം കൊടുത്തു. ഇമ്മാതിരി പരിപാടി നടത്തുന്ന അന്വേഷണ ഏജൻസികളുടെ കാര്യം ഞാനത് സാന്ദർഭികമായി പരാമർശിച്ചിരുന്നില്ല. അങ്ങനെ നമ്മൾ പരിശോധിക്കപ്പെട്ടായിരുന്നു. അങ്ങനെ ഒരു പ്ലോട്ട് ഇതിനകത്തുണ്ട്, അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ പല രീതിയിൽ കേട്ടുകേൾവികളൊക്കെ കഥകളായിട്ട് വരുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമക്കാർ ക്രിയേറ്റേഴ്സ് തന്നെ ഇനി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലും അത് ഭയങ്കരമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ മുൻകാലത്തൊക്കെ ഇപ്പോൾ കിങ് എന്നോ രഞ്ജി പണിക്കറുടെയൊക്കെ സിനിമ വരുന്ന കാലത്ത് ആ വലിയ പ്രധാനപ്പെട്ട സിനിമകളുണ്ടല്ലോ, രാഷ്ട്രീയ സിനിമകൾ, തലസ്ഥാനം, കിങ്, സ്ഥലത്തെ പ്രധാന, ഇതൊക്കെ വരുന്ന ഇപ്പോൾ കിങ് ഉദാഹരണമായിട്ട് എടുക്കാം. അതായത് സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളെ കഥയിൽ ഭയങ്കര ആകാംക്ഷപൂർവ്വം കൊണ്ടുവരും. അതിൻ്റെ ഒരു പ്രത്യേകത, അത് നമുക്ക് ഭയങ്കര അനുഭവമായിരുന്നു അക്കാലത്ത്. എന്തുകൊണ്ടാണ്? അത് അക്കാലത്ത് നമ്മൾ പത്രങ്ങളിലാണ് കൂടുതൽ ഈ വാർത്ത വായിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യാനുഭവമില്ല. അപ്പോൾ സിനിമയിൽ വരുമ്പോൾ അത് ആ രാഷ്ട്രീയ സംഭവം, കിങ് ആണെങ്കിലും മുരളിയും കെ കരുണാകരനൊക്കെയാണ്. അപ്പോൾ മുരളി ഡൽഹിയിൽ പോകുന്നു, അയാൾക്ക് അധോലോകമുണ്ടെന്നുള്ള വാർത്തകൾ, സംഭവങ്ങൾ പരാമർശിക്കുന്നു, അയാൾക്ക് പലയിടത്തും സ്വത്തുണ്ടെന്നുള്ള ഇങ്ങനെ പ്രചരണങ്ങൾ, വാർത്തകൾ ഒക്കെ വരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സിനിമയിൽ വിഷ്വലി നമുക്ക് അനുഭവമില്ലോ, അത് സിനിമയിൽ ഒരു കഥയാക്കി വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കപ്പെടുകയാണ്. പിന്നീട് അതൊരു ഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പം നമ്മൾ ഈ വാർത്ത വരുമ്പം തന്നെ ആളുകളിങ്ങനെ എല്ലാ ദിവസവും വിഷ്വൽ മീഡിയയിൽ വാർത്ത വരും, രാത്രി ചർച്ച വരും. ഇപ്പോൾ ഒരു കണക്ക് വന്നത്, ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, നമ്മൾ പറഞ്ഞ നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കള്ളക്കടത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 100 ദിവസം പ്രചരണകാലത്ത് 68 ദിവസമാണ് മലയാളത്തിലെ നമ്പർ 1 ചാനൽ ചർച്ച ചെയ്തത്. അപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുമ്പം തന്നെ ആ നിഗൂഢ കഥകൾ, ഈ വരുന്ന ആളുകൾ എന്തും വിളിച്ചു പറയുന്ന കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ സിനിമാറ്റിക്കായി അതിനെ പുനഃപ്രതിഷ്ഠിക്കുമ്പം അതുപോലെ അങ്ങ് ഒരു വാർത്ത ഒരു സീനാക്കി മാറ്റിയിട്ട് നമ്മളത് കേട്ട് പഴകിയ സാധനമാണ്. അമ്മാതിരി പരിപാടികളൊക്കെ ഇനി ഉള്ള കാലത്ത് തിരക്കഥാകൃത്തുക്കൾ, സിനിമാക്കാർ ഒഴിവാക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഖലീഫ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അത് ആസ്വദിക്കുന്ന ആളുകളും ഉണ്ടാവാം. അത്തരത്തിലുള്ള ഒരു ആസ്വാദ്യത അതിനകത്ത് അവർ ശ്രമിച്ചിട്ടുണ്ട് നൽകാൻ. അത് എൻ്റെ പരിമിതമായ ആസ്വാദന രീതിയിലാണ് ഞാനൊരു ബുദ്ധിമുട്ട് തുടക്കത്തെ പറഞ്ഞത്. നമുക്കങ്ങനെ ഒരു തുടർച്ച, ഇപ്പോൾ ഒന്നാമത് പുതിയ ഭാവുകത്വത്തിൽ നമുക്ക് എല്ലാം ഒന്നും വിശദീകരിക്കേണ്ട. ഒരു കഥ പറയുമ്പം 10 മിനിറ്റ് ഇങ്ങനെ പഴയതുപോലെ അവൻ്റെ വരവ്, അവനങ്ങനെ ഇങ്ങനെ, അത് ആ സമയത്ത് നമ്മൾ ഈ സീനിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രതികരണങ്ങളിലൂടെ കാണിച്ചു തരിക, അതിനൊന്നും ഇനി പ്രസക്തിയില്ല. ഈ ആളുകളുടെ ആസ്വാദന രീതിയൊക്കെ മാറി, 1-2 ഫ്രെയിമുകളിലൂടെ കാര്യങ്ങൾ പറയുന്ന രീതിയിലേക്ക് മാറി. അതുകൊണ്ട് അത്ര വിശദീകരിക്കുന്ന രീതിയിലേക്കൊക്കെ പോകുന്ന ഒരു രീതി, അതൊക്കെയാണ് എൻ്റെ ഒരു ആസ്വാദനത്തിന് തടസ്സമായത്. എന്തായാലും ഖലീഫ ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഏറ്റവും അവസാനത്തെ കാര്യം, ട്രെയിലറിലും വാർത്തകളിലും ഒക്കെ വന്നതാണ് മോഹൻലാലിൻ്റെയും ടൊവിനോയുടെയും വരവ്. ഒരുപക്ഷെ മോഹൻലാലിൻ്റെ വരവിൻ്റെ ആ ഒരു ഭാഗം ടൊവിനോയുടെയും കൂടി അതൊരു 1-1.5 സീനായിരുന്നു. ആ സിനിമ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ആസ്വാദനത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വരാൻ പോകുന്ന ഒരു കുറച്ച് നേരം. പിന്നെ അവസാനത്തെ ഒരു ക്ലൈമാക്സ് ഉണ്ട്, സിനിമയുടെ ക്ലൈമാക്സ് ഉണ്ട്, അതും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമ സമഗ്രതയിൽ പ്രതീക്ഷിച്ച ഒന്നും നൽകിയില്ല, അത്രക്കൊന്നും നൽകിയില്ല എന്നുള്ളൊരു നിരാശ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ഈ അവസാന ഭാഗം ഉണ്ടാക്കിയ ഒരു ആശ്വാസത്തോടെ വിടാം. നന്ദി, നമസ്കാരം.